ചുരം കയറി വയനാട്ടിലേക്കൊന്ന് പോകണം. അവിടെ അലി അക്ബർ ഷായും മുബഷീർ പി അക്ബറും ദീപക് മോഹനും തയ്യാറാണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് അലി അക്ബർ ഷായിലേക്കാണ്. അലി, വലിയ ആവേശത്തിൽ തന്നെയാണ് സത്യൻ മൊകേരിയും LDF ക്യാമ്പും ഉള്ളത്. ഇന്നിപ്പോൾ പക്ഷേ അദ്ദേഹം പണവും മദ്യവും ഒഴുക്കുന്നു UDF ക്യാമ്പ് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ എവിടെയാണ് സ്ഥാനാർത്ഥിയുള്ളത്? അദ്ദേഹത്തിന്റെ പ്രചാരണം ഏത് രീതിയിലാണ്? വിനീത, വലിയ ആവേശത്തിൽ തന്നെയാണ് LDF വയനാട്ടിലുള്ളത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഉള്ളത് നിലമ്പൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ വീടുകളിലുള്ള കിടപ്പ് രോഗികളായ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സത്യൻ മൊകേരി ഉള്ളത്. വിനീത പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ കൊട്ടിക്കലാശത്തിന്റെ ദിവസം തന്നെ ഈ വലിയ ആരോപണം LDFന്റെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു, സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു. അതായത് ഈ വയനാട്ടിലെ ഈ ആദിവാസി മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ മദ്യമൊഴുക്കിക്കൊണ്ട് ഒഴുക്കിക്കൊണ്ട് വോട്ട് പിടിക്കാനുള്ള നടപടി UDF നേതൃത്വം നടത്തുന്നു. ഇത് ഒരിക്കലും ആദിവാസി മേഖലയിലെ വോട്ടർമാർ, ജനങ്ങൾ ഇതിൽ വീണു പോകരുത് എന്ന നിലയിലുള്ള പ്രസ്താവനകൾ ഇന്നലെ കൊട്ടിക്കലാശത്തിന്റെ ഇടയിൽ തന്നെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും ആ ആരോപണം ആവർത്തിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ വോട്ട് പിടിക്കാനുള്ള ഗൂഢനീക്കം UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രത്യാരോപണങ്ങളിലൂടെയാണ് വയനാട് കടന്നുപോയത്. അതിൽ പ്രധാനമായും ഭക്ഷ്യക്കിറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉയർന്നു വന്നിരുന്നു. കൃത്യമായ നിലപാട് ആ സമയത്ത് തന്നെ സർക്കാർ അറിയിക്കുകയും ഈ സ്ഥാനാർത്ഥിയെ പ്രതിരോധത്തിലാക്കാനുള്ള LDFനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണിതെന്ന് ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുനമ്പത്തിന് ശേഷം മാനന്തവാടിയിലും വഖഫ് ഭൂമി അവകാശവാദവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിഷയം ഉയർന്നു വന്നത്. ആ ഘട്ടത്തിലും സർക്കാർ കൃത്യമായ നിലപാട് അറിയിക്കുന്നു. ഒരാളെ പോലും കുടിയിറക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന നിലപാട് അറിയിക്കുന്നു. P ജയരാജനെ തന്നെ നേരിട്ട് ഈ പ്രദേശത്തേക്ക് എത്തിച്ച് ഈ കുടുംബങ്ങളെ നേരിൽ കണ്ട് അവർക്ക് ഉറപ്പു നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്ന അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, LDFനെ പ്രതിരോധത്തിലാക്കുന്ന പലവിധ നടപടികളും ഉണ്ടായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം കടന്നുപോകുന്നത്. അതുപോലെ തന്നെ സത്യൻ മൊകേരി പ്രിയങ്ക ഗാന്ധിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ രാഹുൽ ഗാന്ധി ഇവിടെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മണ്ഡലം ഉപേക്ഷിച്ചു പോയി, അതേ നടപടി പ്രിയങ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന നിലയിലുള്ള അതീവ ഗുരുതരമായ ആരോപണം. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കെതിരായ ആരോപണങ്ങൾ. ഇതിനൊന്നും രാഷ്ട്രീയപരമായ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല UDF സ്ഥാനാർത്ഥി എന്ന ആരോപണവും LDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ LDF പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് LDFന്റെ പരാതിയിൽ പറയുന്നത്. പ്രിയങ്ക ഗാന്ധി ഈ പ്രചാരണത്തിനിടെ ഒരു ചർച്ചിനകത്ത് അവിടുത്തെ ഈ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന നിലയിലുള്ള ഒരു ദൃശ്യം അതും പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ LDFന്റെ ഭാഗത്തുനിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി പോയിരിക്കുന്നത്. ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്ന നിലയിൽ അത്തരത്തിൽ ഈ അതീവ ഗുരുതരമായ പ്രത്യാരോപണങ്ങൾക്കിടയിലും LDF ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. മുൻപ് ഒരു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരിചയമുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് സത്യൻ മൊകേരി. അന്നത്തേതിനേക്കാൾ കൂടുതൽ ആത്മവിശ്വാസം ഇന്നുണ്ട് എന്ന് സത്യൻ മൊകേരി പറയുന്നു. അതുപോലെ തന്നെ ഈ വയനാട് എന്ന് പറയുന്നത് ഈ കുടിയേറ്റം, തൊഴിലാളി മേഖലകൾ, തോട്ടം മേഖലകളെല്ലാം ഒരുപാട് ഭൂരിപക്ഷമുള്ള ഒരു മേഖല കൂടിയാണ്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടിയായിരുന്നു സത്യൻ മൊകേരി പ്രധാനമായും പ്രചാരണം നടത്തിയിരിക്കുന്നത്. LDFന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നാടിനെ അറിയുന്ന കർഷക പ്രസ്ഥാനത്തിന്റെ ചരിത്രമുള്ള ഒരു നേതാവ്. അതാണ് സത്യൻ മൊകേരിയെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുമ്പോൾ വയനാട്ടിൽ LDFന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിരവധിയായ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. അത് രാത്രികാല യാത്രാ നിരോധനമാകട്ടെ, വന്യജീവി സംഘർഷമാകട്ടെ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ. ഇതിനെല്ലാം പരിഹാരം കാണണമെങ്കിൽ നാടിനെ അറിയുന്ന, ഇവിടുത്തെ പ്രദേശം അറിയുന്ന, പ്രാദേശിക വിഷയങ്ങൾ അറിയുന്ന ഒരു നേതാവ് വേണം. അത് സത്യൻ മൊകേരിയാണ്. അതുകൊണ്ട് തന്നെ LDFനൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നതാണ് ഈ ഘട്ടത്തിലും വയനാട്ടിൽ LDFന്റെ ആത്മവിശ്വാസം. വിനീത.